Hello students, the next important topic from second module is boundary fill and flood fill algorithm, and this is the last topic. Okay, boundary fill algorithm means it's another approach to area filling or otherwise solid area scan conversion. It is to start at a point inside a region and paint the interior outward toward the boundary. We have to start from an interior point and paint outward towards the boundary. That means this is a picture, that is a circle which is to be displayed. Then here ബൗണ്ടറിക്ക് നമ്മൾ വേറൊരു കളർ കൊടുക്കും. ദെൻ ഇൻറ്റീരിയറിൽ ഒരു റെഡ് കളറായിരിക്കും എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റീരിയറിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതേപോലൊരു സർക്കിളായിരിക്കും വരയ്ക്കുന്നത്. ദെൻ ഓൾറെഡി നമ്മൾ മിഡ് പോയിൻ്റ് അൽഗോരിതം യൂസ് ചെയ്ത് ഇതേപോലൊരു സർക്കിൾ വരച്ചു. ദെൻ അതിൻ്റെ ഇൻസൈഡുള്ള ഏരിയ നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇൻസൈഡുള്ള ഏരിയ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇൻസൈഡുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഔട്ട് സൈഡിലോട്ട് നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് പോവാം ടിൽ വി റീച്ചസ് ദ ബൗണ്ടറി. ബൗണ്ടറി റീച്ചസ് ആവുന്നത് വരെ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇൻസൈഡുള്ള റീജൻസ് ഫുള്ള് ഫില്ല് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ കേസിലുള്ള പ്രൊസീജിയർ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ഒരു പോയിൻ്റ് എടുക്കുക, അതിൽ ഇൻസൈഡ് കളർ ഏതാണോ ആ കളർ കൊണ്ട് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് നമ്മളിങ്ങനെ മൂവ് ചെയ്ത് ബൗണ്ടറി വരെ റീച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ തവണ ഫില്ല് ചെയ്ത് പ്രൊസീഡ് ചെയ്യുമ്പോഴും ബൗണ്ടറി എത്തിയോ എന്ന് ചെക്ക് ചെയ്യണം. ബൗണ്ടറി എത്തിയോ എന്ന് ചെക്ക് ചെയ്യുന്നത്, നമ്മളൊരു പോയിൻ്റ് എടുക്കുക, ആ പോയിൻ്റ് ഓൾറെഡി ഫിൽഡോ അല്ല ബൗണ്ടറി കളറോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂ കളർ കൊണ്ട് ഫില്ല് ചെയ്യുക. ദാറ്റ് മീൻസ് ഹിയർ ഇവിടെ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മളൊരു ഇൻസൈഡുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കും. ആ പോയിൻ്റ് ഓൾറെഡി ഫിൽഡ് ആണോ അല്ലെങ്കിൽ ബൗണ്ടറി ബ്ലൂ കളറാണോ എന്ന് ചെക്ക് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ റെഡ് കളർ യൂസ് ചെയ്യും. ദെൻ നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ നൈബറിലോട്ട് പോകും. നൈബറിലോട്ട് പോകുമ്പോൾ ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യും. ഫസ്റ്റ് അത് ബൗണ്ടറി ആണോ, ബൗണ്ടറി മീൻസ് ബ്ലൂ കളറാണോ, ഇവിടെ ബൗണ്ടറി ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കളറിനെ ബേസ് ചെയ്താണ്. ബ്ലൂ കളറാണോ ഓൾറെഡി ഫിൽഡ് വിത്ത് റെഡ് കളറാണോ ചെക്ക് ചെയ്യും. ഈ രണ്ട് കണ്ടീഷൻസും ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ന്യൂ റെഡ് കളർ കൊണ്ട് ഫില്ല് ചെയ്യും. അങ്ങനെ ഫൈനലി നമ്മൾ ബൗണ്ടറിയിലുള്ളൊരു പോയിന്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഓൾറെഡി ഫിൽഡ് ബ്ലൂ കളറാണ്, വിച്ച് മീൻസ് ഇറ്റ്സ് എ ബൗണ്ടറി. സോ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഹിയർ the boundary is specified using a single color and the fill algorithm proceeds outward pixel by pixel until the boundary color is encountered. boundary color encounter ചെയ്യുന്ന വരെ നമ്മളൊരു പോയിന്റ് എടുത്ത് ആ പോയിന്റിൽ നിന്ന് നൈബർ വഴി പ്രൊസീഡ് ചെയ്ത് കളർ ഫില്ല് ചെയ്ത് പോകും. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് കാൾഡ് ബൗണ്ടറി ഫിൽ അൽഗോരിതം. ബൗണ്ടറി ഫിൽ ആണ് boundary fill algorithm, and it is particularly useful in interactive painting packages where interior points are easily selected. Okay, if you want to display a solid region with no border, നമ്മളിപ്പോൾ ബൗണ്ടറി എത്തിയോ എന്ന് അറിയുന്നത് അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് ബൗണ്ടറി കളർ യൂസ് ചെയ്തിട്ടായിരിക്കും. ചില കേസിൽ ചില സോളിഡ്സിന് ബൗണ്ടറി ഒന്നും കാണില്ല. ആ കേസിൽ ദ ഡിസൈനർ ക്യാൻ ചൂസ് ദ ഫിൽ കളർ ടു ദ ബൗണ്ടറി കളർ ആൾസോ ആസ് ദ ബൗണ്ടറി കളർ ആൾസോ. ഫിൽ കളർ തന്നെയായിരിക്കും, അതായത് ഫുള്ള് റെഡ്. നമ്മളിപ്പോൾ വരച്ചത് ഫുൾ റെഡ് വിത്ത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഇൻ കേസ് ചിലപ്പോൾ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കാണത്തില്ല, അപ്പോൾ നമ്മൾ റെഡ് കളർ തന്നെയായിരിക്കും ബൗണ്ടറി കളറിലും യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ പ്രൊസീജിയർ ദാറ്റ് വി ക്യാൻ യൂസ്ഡ്? അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വി ഹാവ് ടു ആക്സെപ്റ്റ് ആസ് ഇൻപുട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ആൻ ഇൻറ്റീരിയർ പോയിന്റ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ടേക്ക് ആൻ ഇൻറ്റീരിയർ പോയിന്റ്, എ ഫിൽ കളർ, നമ്മൾ ഫില്ല് ചെയ്യേണ്ടുന്ന കളർ, ഫോർ എക്സാമ്പിൾ റെഡ്, ആൻഡ് എ ബൗണ്ടറി കളർ ദാറ്റ് ഇസ് എ ബ്ലൂ കളർ. Okay, so starting from xy, the procedure tests if it is filled with the boundary color, if not painted with the fill color, and then the neighbors are tested. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റും നമ്മൾ ഏത് സെലക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണോ ആ ഒരു പോയിന്റ്, ദെൻ ഫിൽ കളർ, നമ്മൾ ന്യൂലി ഫിൽ ചെയ്യേണ്ട കളർ, ബൗണ്ടറിയിലെ കളർ, ആ 3 ഇൻപുട്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണം ബൗണ്ടറി കളർ അതുകൊണ്ട് ഫിൽഡ് ചെയ്താണോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ന്യൂ ഫിൽ കളർ ദാറ്റ് ഈസ് റെഡ് കളർ കൊണ്ട് ഫിൽ ചെയ്യും. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ഫസ്റ്റ് ഒരു പോയിൻ്റ് എടുത്ത് ആ പോയിൻറ്റിനെ നമ്മൾ ബൗണ്ടറി അല്ലെങ്കിൽ ഫിൽ കളർ കൊണ്ട് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ നൈബറിലോട്ട് പ്രൊസീഡ് ചെയ്യും. ആൻഡ് ദിസ് പ്രൊസീജിയർ ഈസ് കണ്ടിന്യൂസ് അണ്ടിൽ ഓൾ ദി പിക്സൽസ് അപ് ടു ബൗണ്ടറി കളർ ഫോർ ദ ഏരിയ ഹാവ് ബീൻ ടെസ്റ്റഡ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ബൗണ്ടറി കളർ എത്തുന്നവരെ ഇങ്ങനെ പ്രൊസീഡ് ചെയ്തുകൊണ്ടേയിരിക്കും.
ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പോയിൻ്റ് എടുത്ത് ആ പോയിൻറ്റിനെ ഫില്ല് ചെയ്ത് അതിൻ്റെ നൈബേഴ്സിലോട് പ്രൊസീഡ് ചെയ്യും. നൈബറിലെത്തിയിട്ടും ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകും. അപ്പോൾ എങ്ങനെയാണ് ഒരു പോയിന്റിൽ നിന്ന് നൈബേഴ്സിലോട്ട് മൂവ് ചെയ്യുന്നത്? അതിന് നമുക്ക് രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഹിയർ ടു മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൊസീഡിങ് ടു നൈബർ പിക്സൽസ് ഫ്രം എ കറൻറ്റ് ടെസ്റ്റ് പൊസിഷൻ. നമ്മൾ കറൻറ്റ് ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്, ആ പൊസിഷനിൽ നിന്ന് അതിൻ്റെ നൈബേഴ്സിലോട്ട് മൂവ് ചെയ്യുന്നതിന് രണ്ട് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. First method is 4 connected and the second method is 8 connected. 4 connected means we have to consider 4 neighboring points for the current points, that is right, left, above and below. Right, left, above and below. Okay, so in the case of 4 connected, നമ്മൾ 4 connected neighboring movement ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 4 neighboring points can be tested. These are the pixel positions that are at right, left, above and below the current pixel. Areas filled by this method is called 4 connected method. അതിനെ 4 connected method എന്നാണ് പറയുന്നത്. അതായത് ആ മിഡിൽ പോർഷനിലുള്ള നമ്മുടെ ഒരാളെ നമ്മൾ റെഡ് കൊണ്ട് ഫില്ല് ചെയ്ത് നെക്സ്റ്റ് അയാളുടെ റൈറ്റിലുള്ള ആളായിരിക്കണം ഫില്ല് ചെയ്ത്, നെക്സ്റ്റ് അയാളുടെ ലെഫ്റ്റിലുള്ള ആളായിരിക്കും, നെക്സ്റ്റ് അയാളുടെ ടോപ്പിലുള്ള ആൾ, നെക്സ്റ്റ് അയാളുടെ ബോട്ടത്തിലുള്ള ആൾ. വീണ്ടും നമ്മൾ ഇയാളെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റൈറ്റിലുള്ള ആൾ, ലെഫ്റ്റ് ഓൾറെഡി ഫിൽഡ് ആണ്, ദെൻ ടോപ്പിലുള്ള ആൾ, ബോട്ടത്തിലുള്ള ആൾ, അങ്ങനെയാണ് ഫില്ല് ചെയ്ത് പോകണം. ദിസ് ഇസ് ദ 4 connected method. Then in the case of 8 connected method we have to consider 8 neighbors around a particular point. 8 neighbors എന്ന് പറയുമ്പോൾ നമ്മൾ 4 പൊസിഷനിലുള്ള നൈബേഴ്സ് മാത്രമല്ല ഡയഗണൽ പൊസിഷനിലുള്ള നൈബേഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ഹിയർ പൊസിഷൻ നമ്മൾ എഴുതുമ്പോൾ ദിസ് ഇസ് ദ കറണ്ട് പൊസിഷൻ എക്സ് വൈ. ലെഫ്റ്റിലുള്ള പൊസിഷൻ ആണെങ്കിൽ നമ്മളിവിടെ എക്സ് പ്ലസ് 1 വൈ എഴുതും. റൈറ്റിലുള്ള പൊസിഷൻ ഇതാണെങ്കിൽ നമ്മൾ എക്സ് മൈനസ് 1 വൈ എന്ന് കൺസിഡർ ചെയ്യും. ദെൻ ടോപ്പ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് വൈ പ്ലസ് 1, ബിലോ ആണെങ്കിൽ എക്സ് വൈ മൈനസ് 1. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗണൽ പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ എഴുതുന്നത്? ആ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് പ്ലസ് 1 ആൻഡ് വൈ പ്ലസ് 1. ഈ പോയിൻ്റ് ആണെങ്കിൽ എക്സ് പ്ലസ് 1 ആൻഡ് വൈ മൈനസ് 1. ഈ പോയിൻ്റ് ആണെങ്കിൽ എക്സ് മൈനസ് 1 ആൻഡ് വൈ പ്ലസ് 1, ആൻഡ് ഫോർ ദിസ് പോയിൻ്റ് എക്സ് മൈനസ് 1 വൈ മൈനസ് 1. ഓക്കെ, ഈ 4 പോയിൻറ്റ്സ് നമ്മളിവിടെ പറഞ്ഞതാണ്. ഓക്കെ, ഇങ്ങനെയാണ്. സോ നമുക്ക് 4 connected യൂസ് ചെയ്യും, 8 connected യൂസ് ചെയ്യും. ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഈസ് 8 connected മെത്തേഡ് വി ഹാവ് ടു കൺസിഡർ 4 ഡയഗണൽ പൊസിഷൻസ് ഓൾസോ. അപ്പോൾ ഈ 4 connected യൂസ് ചെയ്യും, 8 connected വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൽ കുറച്ചും കൂടെ കറക്റ്റായിട്ട് നമുക്ക് ഫിൽ ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ളത് 8 connected മെത്തേഡാണ്. ദ 8 connected ബൗണ്ടറി ഫിൽ അൽഗോരിതം വുഡ് കറക്റ്റ്ലി ഫിൽ ദ ഇൻറ്റീരിയർ ഓഫ് ദ ഏരിയ, ബട്ട് എ 4 connected ബൗണ്ടറി ഫിൽ പ്രൊഡ്യൂസ് ദ പാർഷ്യൽ ഫിൽ. 4 connectedൻ്റെ കേസിലാണെങ്കിൽ ഫുള്ളി ചിലപ്പോൾ ഫിൽ ആവത്തില്ല, 8 connected ആണ് കറക്റ്റായിട്ട് ഫിൽ ആവുന്നത്. സോ അതിൻ്റെ ഒരു കോഡാണ്, സ്യൂഡോ കോഡാണ് 4 connected യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ബൗണ്ടറി ഫിൽ 4 ഈസ് ദ ഫംഗ്ഷൻ നെയിം and the inputs are int xy, that is a point, fill color, int fill and int boundary color. അപ്പോൾ ബൗണ്ടറിയുടെ കളറിൻ്റെ ഒരു കറക്റ്റ് ഇൻറ്റിജർ വാല്യൂടെ നമ്മളോട് യൂസ് ചെയ്യുന്ന കളറിന് പകരം. സോ ഫസ്റ്റ് ഇൻറ്റ് കറണ്ട് ഈക്വൽ ടു ഗെറ്റ് പിക്സൽ ഓഫ് എക്സ് വൈ. അപ്പം ഗെറ്റ് പിക്സൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വഴി എക്സ് വൈ എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റിൻ്റെ കളറാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ കളറാണ് ചെക്ക് ചെയ്ത് പോകുന്നത്. ഒരു പോയിൻ്റ് എടുക്കുക, അത് ഓൾറെഡി ഫില്ലാണോ എന്നുള്ളത്, ഓൾറെഡി റെഡ് കളറുണ്ട്, ഒരു പോയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ കളർ എടുക്കുക, ആ കളർ എടുത്ത് ഓൾറെഡി ബൗണ്ടറി കളറാണോ അതോ ഓൾറെഡി കളർ കൊണ്ട് ഫിൽഡ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ കളറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഗെറ്റ് പിക്സൽ മീൻസ് ദിറ്റ്സ് എ മെത്തേഡ് യൂസ് ടു റിട്രീവ് ദ കളർ, സോ ദാറ്റ് കളർ ഈസ് സ്റ്റോർഡ് ഇൻ ടു ദ കറണ്ട്. കളർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ സ്ട്രിങ് അല്ല യൂസ് ചെയ്യുന്ന, കളറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു നമ്പർ. Then we have to check if the current not equal to boundary and the current not equal to fill. That means boundary color walla already filled walla. Then we have to set the color to fill. That is set color to fill means that function is used to set the current drawing color to fill color. അപ്പോൾ ഫില്ല് നമ്മളിപ്പം റെഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് റെഡും ഇത് ബ്ലൂ ആണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു കളറ് കിട്ടി, അപ്പോൾ ഒരു പോയിൻറ്റിലെ കളറ് കിട്ടിയപ്പോൾ ആ പോയിൻറ്റിൽ ഒന്നും കൊണ്ട് ഫില്ല് ചെയ്തിട്ടില്ല. സോ സെറ്റ് കളർ ഓഫ് ഫില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ കറണ്ട് കളർ എന്ന് പറയുന്നത് റെഡായിട്ട് സെറ്റ് ചെയ്യും. ദെൻ സെറ്റ് പിക്സൽ എക്സ് വൈ എന്ന് പറയുമ്പോൾ ആ പിക്സലിനും കൂടെ നമ്മൾ ആ കളർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഗെറ്റ് പിക്സൽ വഴി നമുക്ക് കളർ റിട്രീവ് ചെയ്യാൻ പറ്റും. സോ സെറ്റ് പിക്സൽ വഴി നമ്മൾ എക്സ് വൈക്ക് ആ കളർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, റെഡ് കളർ. ഓക്കെ, ദെൻ ബൗണ്ടറി ഫിൽ 4 4 ടൈംസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ റിക്കേഴ്സീവ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ 4 connected മെത്തേഡ് യൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പോയിൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിൻ്റെ x+1y എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് പോർഷനായി? സപ്പോസ് ദിസ് ഈസ് ദ പോയിൻറ്റ്
ദിസ് ഈസ് ദ പോയിൻറ്റ് എക്സ് വൈ. ദെൻ എക്സ് പ്ലസ് വൺ വൈ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ പോർഷൻ, ഇത് എക്സ് മൈനസ് വൺ വൈ എന്ന് പറയുമ്പോഴത്തേക്ക് ലെഫ്റ്റിലെ പോർഷൻ, എക്സ് വൈ പ്ലസ് വൺ എന്ന് ടോപ്പിലെ പോർഷൻ, എക്സ് വൈ മൈനസ് വൺ എന്ന് ബിലോ പോർഷൻ. അങ്ങനെ 4 കണക്റ്റഡ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഹിയർ it illustrates a recursive method for filling a 4 connected area with an intensity specified in a parameter fill up to a boundary color specified with a parametric boundary. സോ നമ്മൾ റിക്കേഴ്സീവ് ആയിട്ടായിരിക്കും ആദ്യം ഒരു പോയിൻ്റ് എടുക്കുക, ദെൻ അതിൻ്റെ റൈറ്റിലെ പോയിൻ്റ് എടുക്കുക, ദെൻ ആ റൈറ്റിലെ പോയിൻ്റ് എടുത്തിട്ട് വീണ്ടും ആ പോയിൻ്റ് കറണ്ട് പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്ത് അങ്ങനെ റിക്കേഴ്സീവായിട്ട് ഫോളോ ചെയ്ത് പോകും. ദിസ് ഇസ് എ മെത്തേഡ്. ഓക്കെ, ദെൻ ഹിയർ ഇവിടെ 8 കണക്റ്റഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ 4 പോയിൻറ്റ്സും കൂടി ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഈ റിക്കേഴ്സീവ് ബൗണ്ടറി ഫിൽ അൽഗോരിതത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇൻ കേസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇൻറ്റേർണലി കണ്ടുപിടിക്കേണ്ട പോയിൻറ്റ്സ് ഓൾറെഡി ഫിൽഡ് ആണെങ്കിൽ വിത്ത് സം കളർ, ഇറ്റ് വിൽ നോട്ട് വർക്ക്. അതായത് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് ഒരു പോയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ കളർ നോക്കി അത് ബൗണ്ടറി, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചാണെങ്കിൽ ബ്ലൂ കളറും അല്ല റെഡ് കളറും അല്ല എങ്കിലാണ് പുതിയതായിട്ടുള്ള ആ പോയിൻറ്റിന് റെഡ് കളർ കൊടുക്കുന്നത്. നമ്മളൊരു പോയിൻ്റ് എടുക്കുക, അതിൻ്റെ കളർ റിട്രീവ് ചെയ്ത് ആ കളർ എന്ന് പറയുന്നത് ബ്ലൂവും അല്ല, അതായത് ബൗണ്ടറിയും അല്ല റെഡ് കളറും അല്ല എങ്കിൽ ആ പോയിൻറ്റിന് നമ്മൾ റെഡ് കളർ കൊടുക്കും. ഇൻ കേസ് നമ്മുടെ പോയിൻ്റ് ഏതെങ്കിലും ഓൾറെഡി ഫിൽഡ് ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബൗണ്ടറി കളറാണോ നോക്കുക, അല്ല, ദെൻ വേറെ ഏതെങ്കിലും കളറുണ്ട് കളറുണ്ട് ഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇഫിന് അകത്തോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. സോ സെക്കൻഡ് പോയിൻറ്റ്, റിക്കേഴ്സീവ് ബൗണ്ടറി ഫിൽ അൽഗോരിതംസ് മേ നോട്ട് ഫിൽ റീജിയൻസ് കറക്റ്റ്ലി ഇഫ് സം ഇൻറ്റീരിയർ പിക്സൽസ് ആർ ഓൾറെഡി ഡിസ്പ്ലേഡ് ഇൻ ദ ഫിൽ കളർ. നമ്മുടെ ഇൻറ്റീരിയർ പിക്സൽസ് ഏതെങ്കിലും ഫിൽ കളർ കൊണ്ട് ഓൾറെഡി ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഫ് കണ്ടീഷൻ കറക്റ്റായിട്ട് ടെസ്റ്റ് ആവത്തില്ല, ഫോൾസ് ആവും, ഇൻറ്റീരിയറിലോട്ട് പോകാനും പറ്റില്ല, നമുക്ക് ആ പോയിൻറ്റ്സ് അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പോയിൻറ്റ് ഓൾറെഡി റെഡ് ആണ്, അപ്പോൾ ആ ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ എത്തുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ഓൾറെഡി ഫിൽഡ് ആണെങ്കിൽ നമുക്കതിൻ്റെ നൈബേഴ്സിലോട്ട് പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ആ ഇഫിനകത്തോട്ട് കയറി നൈബേഴ്സിനകത്തോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. This occurs because the algorithm check next pixels both for boundary color and for fill color. Boundary color and fill color check ചെയ്യുന്നുണ്ട്. So if a pixel is already filled with a fill color, it will cause a recursive branch to terminate, leaving other interior pixels gets unfilled. To avoid this, first we have to change the color of any interior pixels that are initially set to the fill color before applying the boundary fill procedure. ഓക്കെ, അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം ഏതെങ്കിലും ഒരു പോയിൻ്റ് ഓൾറെഡി സെറ്റ് അല്ലെങ്കിൽ എല്ലാ പിക്സൽസിൻ്റെയും കളറിന് ഒരു ഡീഫോൾട്ട് വാല്യൂ അല്ലെങ്കിൽ എം ടി കളറായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സർക്കിളിന് ഇൻസൈഡോട്ടുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒരു ഡീഫോൾട്ട് കളർ അല്ലെങ്കിൽ കളർ റിമൂവ് ചെയ്യുന്ന രീതിയിലൊരു സെറ്റിംഗ് ചെയ്തിടണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പോയിൻറ്റിന് അഥവാ കളർ ഉണ്ടെങ്കിലും പ്രോബ്ലം ഒന്നും വരത്തില്ല. സോ the problem is solved by first change the color of any interior pixel that are initially set to the fill color before applying the boundary fill procedure. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, നമ്മളിവിടെ ഇതിൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത്, വർക്ക് ചെയ്യുന്നത് നമ്മളൊരു പോയിൻ്റ് എടുക്കുക, അതിൻ്റെ നൈബേഴ്സിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നൈബേഴ്സിനെ നമ്മൾ സ്റ്റാക്കിലോട്ട് സേവ് ചെയ്തിട്ട് സ്റ്റാക്കിൽ നിന്ന് എടുത്തായിരിക്കും അതിൻ്റെ നെക്സ്റ്റ് പോയിൻറ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്ത് പോകുന്നത്. സോ ഹിയർ ഈസ് എ സ്റ്റോറേജ് പ്രോബ്ലം വരുന്നുണ്ട്. സോ ടു റെഡ്യൂസ് സ്റ്റോറേജ് പ്രോബ്ലം റിക്വയർമെൻറ്റ്സ് ഓഫ് എ സ്റ്റാക്ക് യൂസ്ഡ് ഇൻ 4 connected or 8 connected method, it can be efficiently employed as fill horizontal pixel spans across the scan line by stacking of the neighboring points. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ 8 കണക്ഷൻ്റെ കേസിലാണെങ്കിൽ ഒരു പോയിൻ്റ് എടുക്കുക, ദെൻ അതിൻ്റെ 8 നൈബേഴ്സിനെ നമ്മൾ സ്റ്റാക്കിലോട്ട് എടുക്കും, ദെൻ അടുത്ത പോയിൻ്റ് എടുക്കുക, അതിൻ്റെ 8 നൈബേഴ്സിനെ നമ്മൾ സ്റ്റാക്കിലോട്ട് എടുക്കും. അപ്പോൾ റിക്കേഴ്സീവായിട്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ പോയിൻ്റ് എടുത്ത് അതിൻ്റെ നൈബേഴ്സിലോട്ട് നമ്മൾ സ്റ്റാക്കിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പോകുമ്പോൾ അത്രയും സ്റ്റോറേജ് റിക്വയർമെൻറ്റ് വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യുന്നത് ഹൊറിസോണ്ടലായിട്ട് ഫില്ല് ചെയ്ത് പോകും. അതായത് ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ലൈനകത്ത് വേറെ ഏത് പോയിൻ്റ് ഉണ്ടെങ്കിലും ഹൊറിസോണ്ടലി അതിനെ ഫുള്ള് നമ്മളങ്ങ് ഫില്ല് ചെയ്ത് പോകും. അതാണ് ഹൊറിസോണ്ടൽ സ്പാൻ ഫില്ലിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാണിച്ചു തരാം. ദാറ്റ് ഈസ് വി ഹാവ് ടു സ്റ്റാക്ക് എ ബിഗിനിങ് പൊസിഷൻ ഫോർ ഈച്ച് ഹൊറിസോണ്ടൽ പിക്സൽ സ്പാൻ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാക്കിംഗ് ഓൾ ദ അൺപ്രോസസ്ഡ് നൈബേഴ്സ്.
നമ്മളൊരു പോയിൻ്റ് എടുത്താൽ അതിൻ്റെ അൺപ്രോസസ്ഡ് നൈബേഴ്സ് സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം നമ്മളെടുക്കുന്ന പോയിൻ്റ് ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് ആ കറസ്പോണ്ടിങ് സ്കാൻ ലൈനിലുള്ളത് ഫുൾ ഫില്ല് ചെയ്ത് പോവുക. ഫോർ എക്സാമ്പിൾ ഇതൊരു പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ 8 നൈബേഴ്സിനെ നമ്മൾ സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യാതെ ആ പോയിൻറ്റിൻ്റെ ഹൊറിസോണ്ടൽ ആ പോയിൻറ്റിൻ്റെ നൈബേഴ്സ്, അതായത് അതിൻ്റെ താഴെയും മേളിലുമുള്ള പോയിൻറ്റ്സ് മാത്രം അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ മാത്രം നമ്മൾ സ്റ്റാക്കിലോട്ട് ഫില്ല് ചെയ്ത് പോകണം. ഓക്കെ, സോ അത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. സോ ഹിയർ സ്റ്റാർട്ടിങ് ഫ്രം ദ ഇനിഷ്യൽ ഇൻറ്റീരിയർ പോയിൻറ്റ്, in this method fill in the contiguous span of pixels on the starting scan line. നമ്മളൊരു സ്കാൻ ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കാൻ ലൈൻ ഫുൾ അങ്ങ് ഫില്ല് ചെയ്യണം ഹൊറിസോണ്ടലി. ഓക്കെ, ദെൻ ലൊക്കേറ്റ് ആൻഡ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഫോർ സ്പാൻസ് ഓൺ ദ അഡ്ജസൻറ്റ് സ്കാൻ ലൈൻസ്. ദെൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏത് സ്കാൻ ലൈനിലാണോ അതിൻ്റെ അഡ്ജസൻറ്റ്, ദാറ്റ് മീൻസ് ടോപ്പിലോ എബോയിലോ ഉള്ള സ്കാൻ ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനാണ് സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത്. Okay, here span means the contiguous horizontal string of positions bounded by pixels displayed in the area border color. Span means contiguous horizontal string of positions bounded by pixels displayed in the area border color. അതായത് നമുക്ക് എക്സാമ്പിൾ കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. Then at each subsequent step unstack the next start position and repeat the process. That is, this is the figure. So here first നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ആ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പിലും ബിലോ ഉള്ള പൊസിഷനെ നമ്മൾ 1 എന്ന് ബിലോ ആൻഡ് 2നെ മുകളിലുള്ള സ്കാൻ ലൈനിനെ 2 എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കറണ്ടായിട്ട് ഈ ഒരു സ്കാൻ ലൈനിലാണ്. അതിൻ്റെ ബോട്ടത്തിലുള്ള സ്കാൻ ലൈൻ അഡ്ജസൻറ്റ് സ്കാൻ ലൈനിൻ്റെ പൊസിഷനെ 1 എന്നും എബോയിലുള്ളതിനെ 2 എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്തു 1 2. ദെൻ നമ്മുടെ കറണ്ടായിട്ടുള്ള ഫുൾ അങ്ങ് ഫില്ല് ചെയ്തു. ഇനി നമ്മൾ റിട്രീവ് ചെയ്യുന്ന 2 ആണ്. 2 എന്ന് പറയുന്നത് എബോവ് ആണ്. എബോവ് അങ്ങ് ഫില്ല് ചെയ്യും. എബോവ് ഹൊറിസോണ്ടലായിട്ട് അങ്ങ് ഫില്ല് ചെയ്യും. എബോവ് ഹൊറിസോണ്ടലായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്ജസൻറ്റ് സ്കാൻ ലൈൻ നോക്കുക. അതിൻ്റെ അഡ്ജസൻറ്റ് സ്കാൻ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് എബോവ് ഫില്ല് ചെയ്ത് പോകുമ്പോൾ താഴെയുള്ള ആൾ ഓൾറെഡി ഫിൽഡ് ആയതുകൊണ്ട് മുകളിലുള്ള ആൾ നോക്കുക. ഇതിന് 3 എന്ന് കൊടുത്തു. സോ 1 3 എന്നായി സ്റ്റാക്കിൽ. ഇനി നമ്മൾ 3 റിട്രീവ് ചെയ്യുക. 3 റിട്രീവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ ഒരു പൊസിഷനിൽ നിന്ന് ഫില്ല് ചെയ്ത് പോകും. ഫില്ല് ചെയ്ത് പോകുന്നതിനോടൊപ്പം അതിൻ്റെ അഡ്ജസൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് താഴോട്ട് ആദ്യം നോക്കുമ്പോൾ 4 വരും, മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു 5 വരും, ദെൻ ഈ ഒരു പൊസിഷനിൽ 6 വരും. സോ 4 5 6, അതിൽ 6 ആദ്യം എടുക്കുക. അപ്പോൾ ഈ ഒരു പോർഷൻ മൊത്തം ഫില്ല് ചെയ്യും. ദെൻ 5 എടുക്കുമ്പോൾ നമ്മൾ ഈ പോർഷൻ മൊത്തം ഫില്ല് ചെയ്യും. ദെൻ 4 എടുക്കുമ്പോൾ ഈ പോർഷൻ, ദെൻ അതിൻ്റെ താഴോട്ടുള്ള ലൈൻസ് ഇതേപോലെ 7 8 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുത്തായിരിക്കും ഇങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളൊരു പോയിൻ്റ് എടുത്താൽ അതിൻ്റെ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള 8 നൈബേഴ്സോ 4 നൈബേഴ്സോ ഈ സ്റ്റാക്കിൽ ഇങ്ങനെ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്രയും ഹ്യൂജ് റിക്വയർമെൻറ്റ്സ് വേണം. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പോയിൻ്റ് എടുത്താൽ അത് ഏത് സ്കാൻ ലൈനിലാണോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിനെ ഹൊറിസോണ്ടലായിട്ട് ഫുള്ള് ഫില്ല് ചെയ്ത് പോവുക. ദെൻ സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്ത് അതിൻ്റെ നിയർ ബൈ പൊസിഷൻസ് മാത്രം നമ്മൾ സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ ആ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യുക. എടുക്കുന്ന ആളുടെ ആ ലൈൻ ഫുള്ള് ഫില്ല് ചെയ്ത് പോവുക. അങ്ങനെ വരുന്ന കേസിൽ സ്റ്റാക്കിൻ്റെ റിക്വയർമെൻറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഫ്ലഡ് ഫിൽ അൽഗോരിതം. ഫ്ലഡ് ഫിൽ അൽഗോരിതം മീൻസ് ഈ കേസിൽ നമ്മൾ ഒരു സർക്കിളാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് 2 കേസസ് ഇവിടെ വരും. ഒന്നുകിൽ നമ്മൾ പുതിയ കളർ കൊണ്ട് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൾഡ് കളർ കാണും, ആ കളറിനെ റീപ്ലേസ് ചെയ്ത് ഒരു ന്യൂ കളർ കൊടുക്കുക. സോ ഫില്ലിങ്ങും വരും റീകളറിങ്ങും വരും. അതൊരു കേസ്. ഇനി സെക്കൻഡ് കേസ്, ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ബൗണ്ടറിക്ക് സിംഗിൾ കളർ ആയിരിക്കത്തില്ല, മൾട്ടിപ്പിൾ കളേഴ്സ് വരും. സോ കഴിഞ്ഞ ബൗണ്ടറി ഫില്ലിൻ്റെ കേസിൽ നമ്മൾ ബൗണ്ടറി എത്തിയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ബൗണ്ടറിയിലുള്ള കളറിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ കേസിൽ സിംഗിൾ കളർ ബൗണ്ടറി ആയതുകൊണ്ട് ആ ഒരു ചെക്കിംഗ് കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഹിയർ we are filling or recolor an area that is not defined within a single color boundary.
And we have to paint such areas by replacing a specified interior color instead of searching for a boundary color. അപ്പോൾ ഇവിടെ നമ്മൾ ബൗണ്ടറി കളർ ആണോ എന്നൊന്നും ചെക്ക് ചെയ്യത്തില്ല. ഫസ്റ്റ് ഒരു പോയിന്റ് എടുക്കുക, അത് ഓൾറെഡി ഫിൽഡ് ആണോ നോക്കുക. ഓൾറെഡി ഫിൽഡ് ആണെങ്കിലും അല്ലെങ്കിലും പുതിയൊരു കളർ കൊണ്ട് ഫില്ല് ചെയ്യുക. ചിലപ്പം പുതിയതായിട്ട് ഫില്ല് ചെയ്യാൻ പോവുമായിരിക്കും, അപ്പോൾ നമ്മൾ ന്യൂ കളർ കൊടുക്കുക. ചിലപ്പോൾ പഴയ കളറിന് മാറ്റി പുതിയ കളർ കൊടുക്കേണ്ടിയായിരിക്കും, അപ്പോഴും നമ്മൾ ജസ്റ്റ് പുതിയ കളർ കൊണ്ട് ഫില്ല് ചെയ്ത് പോവുക. അതല്ലാതെ ബൗണ്ടറി ഒന്നും ഇവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. This is the flood fill approach. Here we have to start from a specified interior point xy and reassign all pixel values that currently set to given color, interior color with the desired fill color. Okay, so first നമ്മളൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. Then reassign all pixel values that are currently set to a given interior color with the desired fill color. Then നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ നൈബേഴ്സിലോട്ട് പ്രൊസീഡ് ചെയ്ത് നൈബേഴ്സിൽ ഓൾറെഡി കളേർഡ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന പുതിയ കളർ കൊണ്ട് ഫില്ല് ചെയ്യും. ആൻഡ് ഇഫ് എൻ ഏരിയ ദാറ്റ് വാണ്ട്സ് ടു പെയിൻറ്റ് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് മോർ ദാൻ വൺ ഇൻറ്റീരിയർ കളർ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ കഴിഞ്ഞ ബൗണ്ടറി ഫില്ലിൻ്റെ കേസിൽ പറഞ്ഞു മേ ബി ചിലപ്പോൾ ഇൻറ്റേർണൽ പോയിൻറ്റ്സ് ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ടെർമിനേഷൻ വേണ്ടി വരും, പ്രൊസീഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ആ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇനിഷ്യലി എന്തെങ്കിലും കളർ ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് ഡീഫോൾട്ട് കളറായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റേർണലി ചിലപ്പം ഒന്നിൽ കൂടുതൽ കളേഴ്സ് വരാം. നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് റെഡ് കളർ കൊണ്ടാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ബ്ലാക്കോ ബ്ലൂവോ ഗ്രീനോ അങ്ങനെ എന്തെങ്കിലും ഒരു കളർ ഇൻസൈഡ് കാണും. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, if the area that wants to display has more than one interior color, already എന്തെങ്കിലും കളർ ഉണ്ടെങ്കിൽ first we have to reassign the pixel values so that all interior points have the same color. ആദ്യമേ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സെയിം കളർ കൊണ്ട് ഫുൾ അങ്ങ് ഫില്ല് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇതൊരു സർക്കിളാണ്. ആ സർക്കിളിൽ നമുക്ക് കുറച്ച് പോർഷൻസിൽ റെഡ് കളറും ദെൻ കുറച്ച് പോർഷൻസിൽ ബ്ലൂ കളർ, കുറച്ച് പോർഷൻസിൽ ഗ്രീൻ കളർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഇതിനെ ഫില്ല് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ബ്ലാക്ക് കളർ കൊണ്ടാണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഓൾറെഡി ഈ ബ്ലാക്ക് കളർ അസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ എല്ലാത്തിനെയും ബൈ ഡീഫോൾട്ട് എന്തെങ്കിലും വൈറ്റ് കളറോ അല്ലെങ്കിൽ ഗ്രേയോ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കളർ കൊണ്ട് ഒരു ഡീഫോൾട്ട് കളർ കൊണ്ട് ഫസ്റ്റ് അങ്ങ് സെറ്റ് ചെയ്യാം. ദെൻ അതിനകത്തുള്ള ഓരോ പോയിൻറ്റ്സും എടുത്ത് ന്യൂലി ബ്ലാക്ക് കളർ കൊണ്ട് ഫില്ല് ചെയ്ത് പോവാം. മനസ്സിലാവും? ഓൾറെഡി എന്തെങ്കിലും ഒരു കളർ ഓൾറെഡി അസൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളൊരു സെയിം കളർ കൊണ്ട്, ദാറ്റ് മീൻസ് ഇവിടെ മൾട്ടിപ്പിൾ കളേഴ്സിന് നമ്മളൊരു വൈറ്റ് കളർ കൊണ്ട് ഫില്ല് ചെയ്തു. ദെൻ ആ വൈറ്റ് കളർ തന്നെ വേണം ബ്ലാക്ക് കളർ കൊണ്ട് ഫില്ല് ചെയ്യാൻ. ഹിയർ ഓൾസോ വി ക്യാൻ യൂസ് 4 connected or 8 connected approach. Then this is the algorithm or procedure. Here the points are the inputs are xy, that is the point, and a fill color and old color. Fill color means new color and old color means already old color. If get pixel of xy equal to old color, നമ്മളൊരു പിക്സൽ എടുക്കുക, അതിൻ്റെ കളർ എടുക്കുക, ആ കളർ ഓൾഡ് കളർ ആണെങ്കിൽ ദെൻ സെറ്റ് കളർ ഓഫ് ഫിൽ കളർ. സെറ്റ് കളർ ഓഫ് ഫിൽ കളർ എന്ന് പറയുമ്പോൾ നമ്മുടെ കറണ്ട് കളർ ഫിൽ കളർ, അതായത് ന്യൂ കളർ കൊണ്ട് ഫില്ല് ചെയ്യുക. ദെൻ സെറ്റ് പിക്സൽ മീൻസ് വി ഹാവ് ടു പ്ലോട്ട് ദ പിക്സൽ വിത്ത് ദ ന്യൂ കളർ. ഓക്കെ, ദെൻ ഇവിടെയും നമ്മൾ 4 connected പ്രൊസീജിയർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് 4 ഫ്ലഡ് ഫിൽ ഫങ്ഷൻസ് ഈ ഫങ്ഷനകത്ത് തന്നെ നമ്മൾ റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്യും. ഓക്കെ, ഇതാണ് ഫ്ലഡ് ഫിൽ അൽഗോരിതം. ഓക്കെ, ബൗണ്ടറി ഫിൽ ആൻഡ് ഫ്ലഡ് ഫിൽ അൽഗോരിതം. ബൗണ്ടറി ഫിൽ മീൻസ് നമ്മൾ പോയിൻ്റ് കൺസിഡർ ചെയ്യുക, ആ പോയിന്റിൽ നിന്ന് ഔട്ട്വേർഡായിട്ട് പെയിൻറ്റ് ചെയ്ത് പോയി ടിൽ വി റീച്ചസ് ദ ബൗണ്ടറി. അപ്പോൾ ഇവിടെ നമ്മൾ ബൗണ്ടറി ആയോ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ഓരോ പോയിൻ്റ് എടുത്ത് ഓൾറെഡി ഫിൽഡ് ആണോ ബൗണ്ടറി കളറാണോ ചെക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ന്യൂ കളർ കൊണ്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നൈബേഴ്സിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 4 connected യൂസ് ചെയ്യാം, 8 connected യൂസ് ചെയ്യാം. കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള 8 connected ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സ്യൂഡോ കോഡാണിത്. ദെൻ 8 connected അല്ലെങ്കിൽ 4 connected കേസിലൊരു പ്രോബ്ലം, ഓൾറെഡി ഫിൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും പോയിൻ്റ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. സോ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനിഷ്യലി ഒരു ഡിഫോൾട്ട് കളർ കൊണ്ട് അതിനെ സെറ്റ് ചെയ്യണം. ദെൻ ഇവിടെ സ്റ്റോറേജ് റിക്വയർമെൻറ്റ്സ്, അതായത് നമ്മളൊരു പോയിൻ്റ് എടുത്ത് അതിൻ്റെ നൈബേഴ്സിനെ സ്റ്റാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റോറേജ് റിക്വയർമെൻറ്റ് വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഒരു പോയിൻ്റ് നമ്മൾ ഫില്ല് ചെയ്യണം. ആ പോയിൻ്റ് ഫില്ല് ചെയ്യുമ്പോൾ അത് ഏത് സ്കാൻ ലൈനിലാണോ അവിടെ ഹൊറിസോണ്ടലായിട്ട് ഫുൾ അങ്ങ് ഫില്ല് ചെയ്ത് പോവുക. ദെൻ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള സ്കാൻ ലൈൻ എടുത്ത് അവിടെ ഫില്ല് ചെയ്ത് പോവുക. അങ്ങനെ വരുമ്പോൾ സ്റ്റോറേജ് റിക്വയർമെൻറ്റ്സ് അധികം വേണ്ടി വരില്ല.
ദെൻ ഫ്ലഡ് ഫില്ലിൻ്റെ കേസിൽ നമ്മളൊരു ഇൻസൈഡ് പോർഷനെ ഒരു ന്യൂ കളർ കൊണ്ടോ അല്ലെങ്കിൽ ഓൾറെഡി ഫില്ലായതിനെ ഒരു ന്യൂ കളർ കൊണ്ട് റീപ്ലേസ് ചെയ്യുവാണ്. ഇവിടെ കേസിൽ ബൗണ്ടറി മൾട്ടിപ്പിൾ കളേഴ്സ് ആയിരിക്കും. സോ ഈ കേസിൽ നമുക്ക് ബൗണ്ടറി കളർ ചെക്ക് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ജസ്റ്റ് ഒരു കളർ പോയിൻ്റ് എടുത്ത് അതിൻ്റെ കളർ ഓൾഡ് കളർ ആണോ നോക്കുക. ആണെന്നുണ്ടെങ്കിൽ ന്യൂ കളർ കൊണ്ട് ഫില്ല് ചെയ്യാം. ഇൻ കേസ് ഇവിടെ ഇൻസൈഡ് മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ആദ്യമേ ഡീഫാൾട്ട് കളറിലോട്ട് കൊണ്ടുപോയിട്ട് വേണം ന്യൂ കളർ കൊണ്ട് ഫില്ല് ചെയ്ത് പോകാൻ. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ് കമ്പാരിസൺ ഓഫ് ബൗണ്ടറി ഫിൽ ആൻഡ് ഫ്ലഡ് ഫിൽ. അതല്ലാതെ ബൗണ്ടറി ഫിൽ ആൻഡ് ഫ്ലഡ് ഫില്ലും ചോദിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു.